മോർണിംഗ്. നൊമാഡിക് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിമ്പൂലാണ്. തിമ്പൂല് ബുദ്ധ പോയിന്റിന് മുമ്പിലാണ്. നമ്മുടെ പ്രശസ്തമായ ബുദ്ധ ഡോഡൻ ഡമ സ്റ്റാച്യു ആണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ ബുദ്ധ പോയിന്റിൽ വെച്ച് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ തിമ്പുവിൽ നിന്ന് പുനാഗയ്ക്കുള്ള യാത്രയാണ്. തിമ്പുവിലുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ അതിനുശേഷം പുനാഗ ഡോച്ചുല പാസ് അവിടെയൊക്കെ പോകുന്ന ഒരു യാത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവരും റെഡി ആയിക്കൊള്ളുക. ഭൂട്ടാനിലെ ഒരു മനോഹരമായ ദിവസത്തിൻ്റെ വീഡിയോ ആയിരിക്കും ഇത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരിക്കുന്ന ബുദ്ധ പ്രതിമയുള്ള സ്ഥലമാണ്. ഇരിക്കുന്ന ബുദ്ധ പ്രതിമയാണ് തിമ്പൂരിലുള്ള ബുദ്ധ ഡോഡൻ ഡമ സ്റ്റാച്യു. ഈ ബുദ്ധ സ്റ്റാച്യുവിന് ചുറ്റുമായി ഒത്തിരി സ്തൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സ്തൂപങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. കണ്ടില്ലേ, മനോഹരമായ സ്തൂപങ്ങൾ. പിന്നെ ഇതിന് താഴെ തൊട്ട് താഴെ ഒരു ക്ഷേത്രമുണ്ട്, മനോഹരമായൊരു ക്ഷേത്രമുണ്ട്. ഇത് 2005 പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. നിറയെ ആൾക്കാർ വരും. പൊതുവെ എപ്പോഴും ഇവിടെ തണുപ്പ് ഉള്ള സമയമാണ്. പൊതുവെ തണുപ്പാണ് ഇവിടെ. പിന്നെ ഇപ്പോൾ നവംബർ മാസമായതുകൊണ്ട് തന്നെ തണുപ്പ് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. നവംബർ ഇനി അങ്ങോട്ട് കൊടും തണുപ്പ് വരുന്ന സമയമാണ്. അവിടെ വൈകിട്ട് വന്നിട്ട് കാര്യമില്ല. വൈകിട്ട് 4-4:30 ആകുമ്പോഴേക്ക് മൊത്തം ഇരുട്ടാവും. അതുകൊണ്ട് അധികവും ബുദ്ധ പോയിന്റിലേക്ക് ഈ സമയത്ത് വരുന്നവർ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്താൽ വല്ലതും കാണിക്കാനുണ്ടാവുള്ളൂ. എന്താ അതിൻ്റെ ഒരു മെയ്ക്ക്, ബ്യൂട്ടിഫുൾ. ബുദ്ധ പോയിന്റിൽ നിന്ന് നമുക്ക് തിമ്പു നഗരത്തിൻ്റെ ഒരു ദൂര കാഴ്ച കിട്ടും. മലേൻ്റെ മുകളിലാണല്ലോ ബുദ്ധ പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തിമ്പു നഗരത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്തൊരു നല്ലൊരു മനോഹരമായ ടെമ്പിളുണ്ട്. ഇത്രയധികം സ്തൂപങ്ങൾ, ഇത്രയധികം ബുദ്ധ പ്രതിമകൾ, പലതരത്തിലുള്ള ലോഹങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഒത്തിരി മനോഹരമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പുറത്ത് ക്യാമറ ഓഫ് ചെയ്യും. നമ്മളിപ്പോൾ പോകാൻ പോകുന്നതിന് ഈ ബുദ്ധ പോയിന്റിന് ശേഷം നമ്മൾ നേരെ ടാക്കിൻ സൂ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ടാക്കിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ജീവിയാണ്. അതിന് ആടിൻ്റെ തലയും പിന്നെ കുതിരയുടെ ബോഡിയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധ പോയിന്റിന് ശേഷം അപ്പോൾ നെക്സ്റ്റ് കാഴ്ച ടാക്കിൻ സൂ ആണ്. ബുദ്ധ പോയിന്റിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് തിമ്പു നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. വളരെ മേലെ നിന്നുള്ള വ്യൂ ആണ്. സ്കൂൾ ഗ്രൗണ്ടിൽ എന്തോ കാര്യമായ പരിപാടികൾ നടക്കുന്നുണ്ട്. Mr. Gale, what's the name of this school? Druk school, no? Yeah. Musical? Druk school in Thimphu. It's a musical program. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പാരൻസും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിറയെ ഭയങ്കര തിരക്കാണ്. അപ്പം ടാക്കിൻ സൂ ഒക്കെ കണ്ട് നമ്മുടെ ടീമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്ര ഒരു വെർത്ത് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല ടാക്കിൻ സൂ. ടാക്കിൻ സൂയിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ്. 300 രൂപയാണ് എൻട്രി ഫീസ്. അപ്പൊ ചിലര് പറയുന്നു കാണാൻ നല്ലതാണ്, ചിലർ പറയുന്നു അത്ര വലിയൊരു ഇതൊന്നുമില്ല. അപ്പൊ റെഡിയല്ലേ, പോലെ വ്യൂ പോയിന്റ് ആണ്. Upper one is Parliament. മേലുള്ളത് പാർലമെന്റ് ആണ്. And then this one is Tash Shezong. Okay. Tash Shezong is what? Inside, it's fortress. Fortress, yes. Inside is, fort. There is office of government. Okay. And all, And this one is summer residence. Summer residence. Central monk body. And then if you look, Supreme Court ആണിത്. So now we can take a picture here. Yeah. Okay. ഇത് നമ്മൾ ടാക്കിൻ സൂ എന്ന് വരുന്ന വഴിക്കുള്ളതാണ് പോയിന്റ്. ഇതിന് വ്യൂ പോയിന്റ് എന്ന് പറയും. ഇവിടുന്ന് നമുക്ക് സുപ്രീം കോർട്ട് കാണാം,
പാർലമെൻറ്റ് മന്ദിരം കാണാം, രാജാവിൻ്റെ ഒരു റെസിഡൻസ് കാണാം. ഇതൊക്കെ ഈ പോയിന്റ് വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പാണ് ഇത്. നമുക്കറിയാം ഇത് ടെറൈൻ കൾട്ടിവേഷനാണ്. ഇതാണ് ഹോട്ടൽ തിമ്പു സെൻട്രലിൻ്റെ ഡൈനിങ് റൂം. ഹോട്ടൽ തിമ്പു സെൻട്രൽ ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. സൂപ്പർ ഫെസിലിറ്റീസാണ്. നല്ല ഫുഡ്, നല്ല സ്റ്റേ, നല്ല സർവീസ് എല്ലാം കൊണ്ട് ഒരു വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഐ റെക്കമെൻഡ് സ്റ്റേയിങ് ഇൻ ഹോട്ടൽ തിമ്പു സെൻട്രൽ. So visit is very near to the main city. So please remember Hotel Thimphu Central. Restaurant and bar മേലെ ഉണ്ട്. നമുക്കൊരു പേഴ്സണൽ സ്പേസ് വേണമെങ്കിൽ പേഴ്സണൽ സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂംസ് ആൻഡ് റെസ്റ്റ് റൂംസ് ആർ പ്രൊവൈഡഡ്. Good, neat and clean. There is proper lift there. Everything is perfectly well designed. There is visiting counter. അപ്പോൾ ഹോട്ടൽ തിമ്പു സെൻട്രൽ ഓർമ്മിച്ചോളുക. ഇത് മെയിൻലി തിമ്പു മെയിൻ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ വിസിറ്റിംഗ് റൂമിൽ തന്നെ നമുക്ക് കാണാം പ്രീവിയസ് കിങ്സിൻ്റെയും അവരുടെ വേഷങ്ങളൊക്കെ. ഹോട്ടൽ തിമ്പു സെൻട്രൽ മുൻവശം. ഹോട്ടൽ HTC എന്നാണ്, ഹോട്ടൽ തിമ്പു സെൻട്രൽ എന്നാണ് അല്ലേ? ഹോട്ടൽ തിമ്പു സെൻട്രൽ മേലെ എഴുതിയിരിക്കുന്നു. മനോഹരമായ ഹോട്ടൽ, ഗുഡ് സർവീസ്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഫാമിലി വീട്ടിൽ വന്നതുപോലെയാണ്, അത് വേറെ കാര്യം. നമ്മുടെ അടുത്ത ഫ്രണ്ട്സാണ്. നമ്മുടെ കലൻ ഛത്രിയുണ്ട്, കലൻ എൻ്റെ ഫ്രണ്ടുണ്ട്. ഹോട്ടൽ തിമ്പു സെൻട്രലിനെ പറ്റി കുറച്ച് ഇതിൻ്റെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഡോർജി സംസാരിക്കും ഇതിനെപ്പറ്റി. Hello, good afternoon. I'm here on behalf of Hotel Thimphu Central, and it's 3-star hotel which is located in middle of the town. And we have 35 rooms, and we have like a very spacious dining which can occupied by like 70 to 80 people, and we have karaoke and pub in the basement. You can come and enjoy. Please visit our hotel. Thank you. Very good. 9 stupa. In the road side you will encounter 3 stupa, total 112 stupa. Okay, I will share you a brief history. അങ്ങനെ തിമ്പൂന്ന് പുനാഗയ്ക്കുള്ള യാത്രയിലാണ്. പുനാഗയ്ക്ക് പോണ വഴിക്ക് നമ്മൾ ഡോച്ചുല പാസ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ഡോച്ചുല പാസ് നമുക്കറിയാലോ, തിമ്പുവിൻ്റെയും പുനാഗിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. Okay. How long? You will see this one is fortress. The name of this fortress is Semtokha Zong. Zong literally means fortress or castle. Okay. Right side. Yes, it's right inside. And then Semtokha Zong. They got 3 names. First Semtokha. The Semtokha name has been derived from Tsi province. Right side. Tsi province. Sha Wang This one. Pa Sum. Okay. Sha literally means the Wangdi Valley, and then Wang literally means Timbu Valley, and then Par means Paro Valley, okay? And then other
Sangha Sabjin Podang. The name has been derived from secret Mantra Palace, okay? And then this has been derived from after the subject Timon, and then it was built Simtoka Zong, and this is one of the oldest song built by Shabdungwa Namgyal in 1620, and then 10 years of Shabdungwa Namgyal, and it was introduced by Guru Padma Sambhawa, and then under the Vajrayana Buddhism there is 4 schools, okay? Shakya, Gelug, Nyingma, and then Kaju, and we Buddhists used to worship, practice Nyingma and then Kaju tradition. 99%. This is one of the oldest songs built by Shabdungwa Namgyal. Derived from piling up the stones. In 2004, the 109 stupa was established by the Queen Mother Ashutoju, one of the Shabdungwa Namgyal's adopted son, and he is the Potuk Desi. He built this stupa mainly to mark or to remember his late brother Jumtop Chipa Gelsen, and Jumtop Chipa Gelsen was one of the chief abbot of Dagar Monastery, Dagarness Monastery. And then the Namgye Khangzang stupa, it was built by Namsonam Zangpo. And then the Maniwal stupa, it was built by 13th Trongsapen Lop Ugen Wangchu. He is also one of the first king of my country. And after the Battle of Changnimithang, he built a Maniwal stupa. And if you go further up, you will encounter 16 stairs. It represents that His Majesty the Port to Galpo. നമ്മുടെ തിമ്പു പുനാഖായ അത്ര നമ്മളിപ്പോൾ ഡോച്ചില പാസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പ് പറഞ്ഞ വീഡിയോസിലുള്ളത് ഒരു കറക്ഷൻ, 108 സ്തൂപങ്ങൾ എന്നുള്ളത് 112ആണ്. 109 മേലെയുള്ളതും ഈ 3 താഴെയുള്ളതും 112. അപ്പോൾ ഈ ഡോച്ചില പാസിൻ്റെ സിഗ്നിഫിക്കൻസ് മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞതാണ്. ഇത് നമ്മുടെ 2002 നടത്തിയ ജോയിൻ്റ് ഓപ്പറേഷനിൽ അതിന് കുറേ പേര് മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 10 ആൾക്കാർ ഉൾഫ ബോർഡോ ടെററിസ്റ്റിനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷനിൽ. അപ്പോൾ അതിൻ്റെ മെമ്മോറിയലായിട്ട് ആ മരിച്ചവരുടെ സ്മരണക്കായിട്ട് ഉണ്ടാക്കിയ സ്തൂപങ്ങളാണിത്. പിന്നെ കൂടാണ്ട് ഇവിടെയുള്ള പല മരങ്ങളിലും പല ഡെമൺസിനെയും കെട്ടി നിർത്തിയിട്ടുണ്ട്. പല മരങ്ങളിലും കെട്ടി നിർത്തിയിരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അത് ദ്രുക്പാക്കിൻലെ എന്ന് പറയുന്ന സന്യാസി കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള കഥകൾ. മുമ്പിലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഡോച്ചില പാസിൻ്റെ നമ്മുടെ സ്തൂപങ്ങളെ തൊട്ട മുമ്പിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഇവന്റ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മങ്സ് ഇവിടെ തിമ്പൂന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ചെറിയ പരിപാടിയാണ് തിമ്പൂന്ന് യാത്രയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ മങ്സിന് ഇരിക്കാനുള്ള ഇരിപ്പിടവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പുനാഗയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ്. എല്ലാം ഓർഗാനിക് വെജിറ്റബിൾസ് നമുക്ക് കാണാം. ഇതാ ഇപ്പം നമ്മുടെ ജമദാച്ചി ഉണ്ടാക്കുന്ന ചില്ലി ഉണ്ട്, അതിൻ്റെ സീസണാണ്. ആപ്പിള് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ചില്ലി ഇതാ, ബ്രൊക്കോളി ഇതാ, ഇഷ്ടംപോലെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. രീതിയുണ്ട്. എന്ത് ക്യൂട്ട് കുട്ടിയാണെന്ന് നോക്കിയാ. ഹായ്.
ಮಿಂಗಚ್ಚಿಮೋ ಮಿಂಗಚಿಮೋ ಮಿಂಗಚ್ಚಿಮೋ ನಮ್ಗೆ ರೀಸನ್ ಇಲ್ಲ ನಮ್ಗೆ ರೀಸನ್ ನಮ್ಗೆ റിൻസിൻ കടിച്ചേ കുമിള് ഉണക്കാനിട്ടിരിക്കുന്നുണ്ടോ ആ കൂണ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്ന എന്താണ് വാട്ട് ഹാപ്പൻഡ് ഇനി കാലിന് സുഖമില്ല ഒത്തിരി ഓർഗാനിക് ഫ്രൂട്ട്സ് പുനാക സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ മുകളിലാണുള്ളത് നമ്മള് വീണ്ടും ഇപ്പം കുറേ ബംഗ്ലാദേശി ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടിപൊളി നാഗ സസ്പെൻഷൻ ബ്രിഡ്ജ് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ പോച്ചു നദി ഒഴുകുന്നുണ്ട്,